അടുത്ത കഥയിലൂടെ അടുത്ത അഡ്വാൻസ്ഡ് ലെവൽ വൊക്കാബുലറി നാം പഠിക്കാൻ പോവുകയാണ്. അഥവാ കുഡ് ഹാവ് എന്നുള്ളതാണ്. കഥ ഇതാണ്. റഹീം എന്നുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. അതിൻ്റെ ശേഷമുള്ള ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. വിദേശത്തുള്ള 2-3 കോളേജുകളിൽ അദ്ദേഹം അപേക്ഷിച്ചു. അവസാനം അദ്ദേഹം ഉദ്ദേശിച്ച അതേ കോളേജിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഓഫർ ലെറ്റർ കിട്ടി. വലിയ സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മതിയായ പണമില്ലാത്തതിൻ്റെ പേരിൽ ഈ ഒരു ചാൻസ് മുടങ്ങാൻ വേണ്ടി പോവുകയാണ്. വലിയ സങ്കടമുള്ള വാർത്ത. ആ ലെറ്റർ അങ്ങോട്ട് മാറ്റിവെച്ച് അദ്ദേഹം ഒറ്റയ്ക്ക് പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ പൈസ ഉണ്ടായിരുന്നെങ്കിൽ വിദേശത്തേക്ക് പോകാൻ കഴിയുമായിരുന്നു. എനിക്ക് എൻ്റെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് അവിടെയുള്ള ഫേമസ് പ്രൊഫസറുടെ കീഴിൽ പഠിക്കാൻ കഴിയുമായിരുന്നു. നോക്കൂ നിങ്ങൾ. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഇൻ മൈ ഹാൻഡ് ഐ കുഡ് ഹാവ് ഗോൺ അബ്രോഡ്. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് അണ്ടർ ഫേമസ് ആൻഡ് റിനൗൺഡ് പ്രൊഫസേഴ്സ്. നോക്കൂ നിങ്ങൾ. ഇതുപോലത്തെ സെൻറ്റൻസുകൾ റഹീം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അഥവാ റഹീമിന് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കങ്ങോട്ട് പോകാൻ കഴിയുമായിരുന്നു. എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു. നിനക്കത് ചെയ്യാമായിരുന്നു. നിനക്ക് വരാമായിരുന്നു. ഇതുപോലത്തെ സെൻറ്റൻസുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. അത്തരം സെൻറ്റൻസുകൾ കുഡ് ഹാവ് ഉപയോഗിച്ചിട്ടാണ് പറയൽ. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയാണ് എന്നതിൻ്റെ ഇടയിൽ പറയാം. ആദ്യം നാം സബ്ജക്റ്റ് പറയും. അഥവാ ഐ, യു, വി, ദേ തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് ആദ്യം പറയും. അതിനുശേഷം കുഡ് ഹാവ് എന്നുള്ളത് ആഡ് ചെയ്യുന്നു. അതിനുശേഷം തേർഡ് ഫോം ഓഫ് ദ വേർബ് അഥവാ ഗോ, വെന്റ്, ഗോൺ. ഗോൺ ഈസ് ദ തേർഡ് ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കുന്നു. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. സ്റ്റഡീഡ് ഈസ് ദ തേർഡ് ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് കിട്ടി. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് അബ്രോഡ്. വിദേശത്തേക്ക് പോയി പഠിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ സെൻറ്റൻസുകൾ ഉണ്ടാക്കേണ്ട വിധം. ഈ കഥയുടെ തുടർച്ച ഇങ്ങനെയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറ്റൊരാളിൽ നിന്ന് കേട്ടറിഞ്ഞ അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കനായ ഒരു അയൽവാസി റഹീമിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അവനെ ആശ്വസിപ്പിച്ചു പറഞ്ഞു, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണോ റഹീമേ നീ വിഷമിച്ചിരിക്കുന്നത്? നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. യു കുഡ് ഹാവ് ജസ്റ്റ് ഇൻഫോംഡ് മീ അബൌട്ട് യുവർ ഫൈനാൻഷ്യൽ ക്രൈസിസ്. അപ്പോൾ ഈ രൂപത്തിലാണ് ഉണ്ടാക്കൽ. അങ്ങനെ ആ അയൽവാസി മടങ്ങും മുമ്പ് റഹീമിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് റഹീമിനെ സന്തോഷിപ്പിച്ച് തിരിച്ചുപോയി. അങ്ങനെ അദ്ദേഹം തൻ്റെ വിചാരിച്ച സ്വപ്ന കോളേജിലേക്ക് വിദേശത്തേക്ക് തിരിച്ചെത്തിയ അന്ന് കിടക്കാൻ നേരം അദ്ദേഹം ഒന്ന് റിവേഴ്സ് ചെയ്തുകൊണ്ട് കുറെ ബാക്കിലേക്ക് പോയിട്ടുള്ള ആ ഹിസ്റ്ററികളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് റഹീം അവനോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹം പൈസ തന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങോട്ട് വരാൻ കഴിയില്ലായിരുന്നു. റൈറ്റ്? ഇഫ് ഹി ഹാഡ് നോട്ട് ഗിവൺ ഇനഫ് മണി ടു മീ ഐ കുഡ് നോട്ട് ഹാവ് ഗോട്ട് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഐ കുഡ് നോട്ട് ഹാവ് റീച്ച്ഡ് ഹിയർ. അപ്പോൾ ഈ അവസാനം പറഞ്ഞത് കുഡ് നോട്ട് ഹാവ് എന്ന നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണമാണ്. ഈ ചെറുകഥയിലൂടെ നാം പഠിച്ചത് കുഡ് ഹാവ്, കുഡ് നോട്ട് ഹാവ് തുടങ്ങിയിട്ടുള്ള അഡ്വാൻസ്ഡ് ലെവൽ വൊക്കാബുലറിയുടെ യൂസേജും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ്. That's it for today's video. I hope you enjoyed this video and you got something from my video. I can't wait to see you in the next video. Bye.